നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അതിഗംഭീരമായ വിജയം. യെസ്, LSGയെ തീർത്തിരിക്കുകയാണ് GT. മിന്നും ഫോമിലാണ് പ്രിൻസ്, അതുപോലെ ജോസേട്ടനും. പിന്നെ ബോൾ കൊണ്ട് പ്രസിദ്ധ കൃഷ്ണ ഇപ്പോൾ കാണിക്കുന്ന ഫോം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതുമാണല്ലോ. എല്ലാം കൂടി ചേർന്നപ്പോൾ ഇതാ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം GT LSGക്ക് മേൽ നേടിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത LSG നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 164 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പൊളിച്ചടുക്കി. അങ്ങനെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 8 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നുകൊണ്ട് GT ഇതാ തുടർച്ചയായ രണ്ടാമത്തെ വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ 4 കളികളിൽ നിന്ന് അവർക്ക് 4 പോയിൻ്റ് ആയിരിക്കുന്നു. 5ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. LSG 4 കളിയിൽ 4 പോയിൻ്റ് അവർക്കുമുണ്ട്. പക്ഷേ -0.427 നെറ്റ് റൺ റേറ്റോടെ 6ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത LSGക്ക് വേണ്ടി അവരുടെ ഓപ്പണർമാർ എഡൻ മർക്രമും മിച്ചൽ മാർഷും ചേർന്ന് കളി തുടങ്ങിയെങ്കിലും 14 റൺസ് സ്കോർ ബോർഡിലായപ്പോഴേക്കും മിച്ചൽ മാർഷ് മടങ്ങി. 2ാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹം മടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫോം ഒരൽപ്പം ആശങ്കാജനകമാണ്. 4 പന്തിൽ നിന്ന് 1 4 1 6 അടക്കം 11 റൺസ് അദ്ദേഹം അടിച്ചു. പക്ഷേ കാഗിസോ റബാദയുടെ പന്തിൽ ശുഭ്മൻ ഗില്ല് പിടിച്ചു പുറത്തായി. എഡൻ മർക്രം ഒരു ഭാഗത്ത് നിൽക്കവേ ഋഷഭ് പന്താണ് അടുത്തായിട്ട് പുറത്താകുന്നത്. സ്കോർ ബോർഡ് 45 നിൽക്കവേ ഋഷഭ് പന്ത് മടങ്ങി. 11 പന്തിൽ നിന്ന് 2 4 1 6 അടക്കം 18 റൺസാണ് അടിച്ചത്. തൊട്ട് പിന്നാലെ അടുത്ത വിക്കറ്റായിട്ട് എഡൻ മർക്രമാണ് മടങ്ങിയത്. സ്കോർ ബോർഡിൽ 69 റൺസാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. 21 പന്തിൽ നിന്ന് 5 4 1 6 അടക്കം അദ്ദേഹം 30 റൺസ് അടിച്ചിരുന്നു. ബദോനി 9, നിക്കോളാസ് പൂറൻ 19, അബ്ദുൽ സമദ് 18, മുകുൾ ചൗധരി 14 പന്തിൽ നിന്ന് 18. അവർക്ക് വലിയ പ്രതീക്ഷയുള്ള താരമായിരുന്നു. പിന്നെ ലിൻ്റെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങി 16 റൺസ്. ഷാമി 5 പന്തിൽ നിന്ന് 1 4 1 6 അടക്കം 12 റൺസ് അടിച്ച് പുറത്താകുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവർ 164 എത്തി. കിടലൻ ബൗളിംഗ് ആണ് പ്രസിദ്ധ കൃഷ്ണ നടത്തിയത്. 4 ഓവറിൽ 28 റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം 4 വിക്കറ്റുകൾ പിഴുതെടുത്തു. റാഷിദ് ഖാനും വളരെ എക്കണോമിക്കലായിട്ടാണ് പന്തെറിഞ്ഞത്. 4 ഓവറിൽ 25 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ സായ് സുദർശനെ ആദ്യം നഷ്ടപ്പെട്ടു. പവർ പ്ലേയുടെ അവസാന ഓവറിൽ അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 45 റൺസായിരുന്നു. 14 പന്തിൽ നിന്ന് 15 റൺസാണ് അദ്ദേഹം അടിച്ചത്. പക്ഷേ ഗില്ല് മിന്നും ഫോമിലായിരുന്നു. ഒപ്പം ജോസ് ബട്ട്ലറും 2 പേരും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തോട് അടുപ്പിച്ചിട്ടാണ് പിന്നെ മടങ്ങുന്നത്. ഗില്ല് മടങ്ങുമ്പോഴേക്കും 15ാമത്തെ ഓവറിൽ 129 റൺസിലേക്ക് അവർ എത്തിയിരുന്നു. 40 പന്തിൽ 6 4 1 6 അടക്കം അദ്ദേഹം 56 റൺസ് അടിച്ചപ്പോൾ ജോസ് ബട്ട്ലർ 37 പന്തുകൾ ബൗണ്ടറിയുടെ ചാകര 11 ഫോറുകളാണ് അദ്ദേഹം നേടിയത്. 60 റൺസ് അടിച്ചു. ഒടുവിൽ വിജയലക്ഷ്യത്തിലേക്ക് ടീമിനെ എത്തിച്ചത് വാഷിംഗ്ടൺ സുന്ദറും രാഹുൽ തേവാട്ടിയുമാണ്. 13 പന്തിൽ നിന്ന് 21 റൺസുമായിട്ട് വാഷിംഗ്ടനും 8 പന്തിൽ നിന്ന് 10 റൺസുമായിട്ട് തേവാട്ടിയും പുറത്താകുന്നു. അങ്ങനെ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് ഇപ്പോൾ GT നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.